സൂര്യൻ ഉദിച്ചപ്പോൾ ഇത് ഉരുകും. ഇത് പഴയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നതായ ഒരു പാഠമാണ്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു പ്രത്യേക ട്രെയിനിങ് കൊടുക്കുകയാണ്. ദൈവം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ ഈ ജനത്തിന് വിശന്നപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഭക്ഷണമാണ് എന്ത്? സ്പിരിച്വൽ പവർ, ആത്മീയ ശക്തി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ധ്യാന ചിന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിക്കാനായിട്ട് പോകുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 27-28 വാക്യങ്ങൾ. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അരുണോദയത്തിൽ ഉരുകി ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. വിജ്ഞാപനമാകുന്നു. ഒന്നുകൂടെ വിനോദ മൈക്ക് ഇച്ചിരി നകത്തി പിടിച്ചെന്ന് വായിച്ചേ, കാരണം ക്ലിയർ ആയിട്ട്. അഗ്നിയിൽ നശിക്കാത്തത്, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഏറ്റു പറയാമോ വിനോദം പറയുന്നതിനോട് ചേർന്ന് ഒന്നുകൂടെ? അഗ്നിയിൽ നശിക്കാത്തത്, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു. ഹല്ലേലൂയ. അതായത് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യമാണ്. എന്താണ് അഗ്നി? അഗ്നിയിൽ നമുക്കറിയാം ദൈവമാണ്. ദൈവത്തിൻ്റെ അഗ്നി അല്ലെ തീയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. അരുണോദയം എന്ന് പറഞ്ഞാൽ എന്താണ്? അരുണോദയം, സൂര്യോദയം. സൂര്യൻ ഉദിച്ചപ്പോൾ ഇത് ഉരുകും. ഇത് പഴയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നതായ ഒരു പാഠമാണ്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു പ്രത്യേക ട്രെയിനിങ് കൊടുക്കുകയാണ്. ദൈവം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ ഈ ജനത്തിന് വിശന്നപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഭക്ഷണമാണ് എന്ത്? മന്ന. ഈ മന്ന ദൈവം അവർക്ക് കൊടുത്തു. ഈ അഗ്നിയിൽ നശിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തീക്കകത്ത് ചുട്ട് എടുത്താലും ഇത് നശിക്കത്തില്ല, അത് കെട്ടുപോകത്തില്ല. അത്ര അഗ്നിയിൽ നശിക്കാത്തത്. പക്ഷേ സൂര്യോദയത്തിന് മുൻപ് ഇത് ശേഖരിച്ചില്ലെങ്കിൽ ഇത് ഉരുകിപ്പോകും. എന്തിനാണെന്നറിയാമോ കർത്താവ് ഇങ്ങനെ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുത്തത്? അടുത്ത വചനം പറയുകയാണ്, ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണം എന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. അതായത് ദൈവം നമ്മളെ രാവിലെ എഴുന്നേറ്റ് കാണണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ആഗ്രഹമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ദൈവത്തിന് ആഗ്രഹം എന്നറിയാമോ? നമ്മൾ പുലരിയിൽ ഉറങ്ങിപ്പോകാതെ രാവിലെ എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് കർത്താവിൻ്റെ ഒരു ട്രെയിനിങ്ങാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാത്രിയുടെ ഒരു യാമം 12 മണി, 12:30, 1 മണി. ഞാനൊരു ദിവസം വയനാട്ടിൽ ഒരു യാത്ര പോയപ്പോൾ വെളുപ്പിനെയാണ് അവിടെ ചെല്ലുന്നത്. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച രോഗം കയറിയപ്പോൾ ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ചേക്കാം. അവിടെ നിന്നപ്പോൾ കുറേ യുവാക്കന്മാരുടെ ഭയങ്കര ബഹളം കേൾക്കാം. നോക്കിയപ്പോൾ
അവരുറങ്ങിയിട്ടില്ല. ആ രാത്രി മുഴുവനും അവർ ഇങ്ങനെ കടുങ്കാപ്പിയൊക്കെ കുടിച്ചിരുന്നിട്ട് ആ കടുങ്കാപ്പിയോട് കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഇങ്ങനെ വെളുപ്പിനെ വരെ ഉണർന്നിരുന്നിട്ട് പുലരിയിൽ സുഖമായി കിടന്നുറങ്ങി 11 മണിക്കും 12 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ഒരു പ്രവണത ഇവിടെ ഇല്ല. അങ്ങനെ ഈ മീഡിയയിലൂടെ കേൾക്കുന്ന ആരെങ്കിലും കേട്ടാൽ അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ്. അതുകൊണ്ട് ആർക്കും എന്നോട് പിണക്കവും ദേഷ്യമൊന്നും തോന്നരുത്. ഹാലേലുയ. പിണക്കമുള്ളവര് ഹാലേലുയ. ആ, പിണക്കമുള്ളവരുണ്ട്, എന്നാലും ഇത് കേൾക്കണം. ഹാലേലുയ. സ്നേഹമുള്ളവരെ, ദൈവം നമുക്കൊരു ട്രെയിനിങ് തരുന്നത് ഈ മന്ന ദൈവം ഈ ഇസ്രായേൽ ജനത്തിന് പുലരിയിൽ കൊടുക്കും. അപ്പൊ ഈ മഞ്ഞത്ത് ഈ മന്ന ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് അഗ്നിയിൽ നശിക്കാത്ത, അവര് അപ്പം ചുട്ടാലും ഇത് നശിച്ചു പോയില്ല. ആ അഗ്നിയിൽ നശിക്കാത്ത ഈ മന്ന പക്ഷെ സൂര്യോദയമായി കഴിയുമ്പോൾ ഇത് ഉരുകി ഇല്ലാതാവും. അപ്പൊ സൂര്യോദയത്തിന് മുൻപ് ഇത് ശേഖരിച്ചോണം. ശേഖരിച്ചിട്ട് അവരത് കൊണ്ടുപോയി, ചിലരൊക്കെ എന്ത് ചെയ്തു, നാളെ എഴുന്നേക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണമായിരിക്കും എന്ന് കരുതി കുറേ 2 ചാക്ക് വാരി വെക്കും. പക്ഷേ ആ ചാക്കെല്ലാം പുഴുപിടിക്കും. അന്നത്തേക്കുള്ള അപ്പമേ ദൈവം കൊടുക്കത്തുള്ളൂ. കാരണം എന്താ, എല്ലാ ദിവസവും രാവിലെ ഇവര് എന്ത് ചെയ്യണം, എഴുന്നേക്കണം. ഇവിടെ പുലരിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് രാവിലെ 5 മണിയാകുമ്പോഴേയൊക്കെ വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ജപമാലയൊക്കെ ചൊല്ലി ഒരുങ്ങി, ബലിക്ക് വേണ്ടി ഒരുങ്ങി, അങ്ങനെ 7:30 കുർബാന കഴിഞ്ഞിട്ടൊക്കെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. പുലരി ഉറക്കമില്ലാത്തവരുണ്ട്, അതേക്കുറിച്ചല്ല പറയുന്നത്. ക്ഷീണം ഉണ്ടായിട്ടും സ്നേഹമുള്ളവരെ, നേരത്തെ കിടന്നിട്ട് നേരത്തെ ഉണർന്ന് ദൈവത്തെ വിളിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണം എന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇതൊരു വിജ്ഞാപനമാണ്. എന്ന് പറഞ്ഞാൽ എന്താ വിജ്ഞാപനം എന്ന് പറയാൻ? അതായത് ഇതൊരു ദൈവം ചില വിജ്ഞാപനമൊക്കെ ഇങ്ങനെ എഴുതി, ഇതൊരു മാൻഡേറ്ററിയാണ്. സമയമുണ്ട്, ക്ഷീണം ഇല്ലെങ്കിൽ എന്നല്ല, നമ്മൾ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു. തൻ്റെ ജനത്തെ ദൈവം അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ. ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ മന്ന ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ന വീഴുന്നതായിരിക്കും, വന്നോളൂ എന്ന് പറഞ്ഞില്ലല്ലോ. കർത്താവ് ഇവരെ ഉണർന്നെഴുന്നേൽപ്പിക്കാനുള്ള ഒരു രീതിയായിരുന്നു മന്ന. ഹല്ലേലൂയ. അതിരാവിലെ വിശുദ്ധ കുർബാനയൊക്കെ മന്നയാണ്. അതിരാവിലെ വിശുദ്ധ കുർബാന അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകും. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് വിശുദ്ധ കുർബാന പുലരിയിൽ. വലതുതരം എഴുതി പറ ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് എഴുന്നേൽക്കാൻ പറ്റാത്തതായി മാറി, എഴുന്നേൽക്കാതിരിക്കാൻ പറ്റാതായി മാറി, എഴുന്നേൽക്കാതിരിക്കാൻ പറ്റാതായി. കാരണം അന്ന് എഴുന്നേറ്റില്ലെങ്കിൽ ഭക്ഷണമില്ല, മരുഭൂമിയിൽ പട്ടിണി കിടക്കണം. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ പരിശീലിപ്പിക്കുന്ന രീതിയാണ്. അതിനാൽ ഇത് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകാത്തിടത്തോളം കാലം നമ്മുടെ ആത്മീയത നിലനിൽക്കില്ല. ശ്രദ്ധിക്കണേ. അതായത് നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ആത്മീയത വല്ലപ്പോഴും ഉള്ള പ്രാർത്ഥനയല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ, ഹാബിറ്റിൻ്റെ, സ്വഭാവത്തിൻ്റെ ഭാഗമാക്കണം നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായത്തിന്റെ 5-ാം തിരുവചനം കൂടി നമ്മൾ വായിക്കാം. ഇച്ചിരി സമയമെടുത്താലും തിരിയെടുത്താലും മതി, നിർത്തി വായിച്ചോ. പ്രഭാഷകൻ 39-ന്റെ 5-ാം തിരുവചനം. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന് മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ
പാപമോചനത്തിനായി യാചിക്കുന്നു. അതായത് ഒന്നുകൂടെ ഒരു നിയമ പണ്ഡിതനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രഭാഷകന്റെ പുസ്തകം 39:5 പറയുകയാണ്, നിയമ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വചനം പഠിക്കുന്നവൻ, വചനത്തോട് ദാഹമുള്ളവർ, ദൈവവചനം കേൾക്കുന്ന, ദൈവവചനത്തോട് ദാഹമുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന കുറേ പേര് എല്ലാ പ്രസംഗങ്ങളും ഇങ്ങനെ കേൾക്കുന്നവരുണ്ട്. അത് വിവിധങ്ങളായ പ്രസംഗങ്ങൾ, അത് വട്ടാലച്ഛൻ്റെ ആകാം, ബിനോയിച്ചൻ്റെ ആകാം, ദാനിയലച്ഛൻ്റെ ആകാം, കൃപാസനത്തിലെ ഡൊമിനിക്കച്ഛൻ്റെ, ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ ഈ ഉള്ളവൻ്റെ ആകാം. ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേട്ട് വചനം പഠിക്കണമെന്നും വചനം കേൾക്കണമെന്നും ദാഹമുള്ള ധാരാളം പേര് ഇവിടെ ഉണ്ട്. ദൈവവചനം എല്ലാ ദിവസവും അയക്കുന്ന ആളുകളുണ്ട്, ദൈവവചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്. ദൈവവചനത്തോടൊരു ദാഹം, പ്രത്യേകിച്ച് വചനവർഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ദൈവവചനത്തോടൊരു വലിയ ദാഹമുണ്ട്. വചനത്തിൽ പഠിക്കുന്ന 5 കാര്യങ്ങൾ എങ്ങനെയാ? ലെക്സിയോ ദിവീന 6 കാര്യങ്ങൾ. 1, വചനം ആവർത്തിച്ച് വായിക്കുക. 2, തീർന്നു, വിചിന്തനം ചെയ്യുക, റിഫ്ലക്ഷൻ. 3, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, വചനം ജീവിക്കുക, വചനം സാക്ഷ്യമാകുക. ഈ 6 കാര്യങ്ങൾ, ഇത് മറക്കരുത്. ലെക്സിയോ ദിവീന നമ്മൾ ക്രമേണ ഇതിൽ ആഴപ്പെടും. അതായത് അങ്ങനെ വചനം പഠിക്കാൻ, ലെക്സിയോ ദിവീന വിശുദ്ധ വായനയ്ക്ക് താല്പര്യമുള്ള ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിൻ്റെ ഈ വചനം ശ്രദ്ധിക്കണം. പ്രഭാഷകൻ 39:5 ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. പ്രഭാഷകൻ 39:5. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതിന് മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. പ്രഭാഷകൻ 39:5 തിരുവചനം. അതായത് നിയമപണ്ഡിതൻ, എൻ്റെ ഹെഡിങ് നിയമപണ്ഡിതൻ എന്നാണ്. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പഠിക്കാനോ ആത്മീയതയിൽ വളരാനോ ആഗ്രഹിക്കുന്നവർ വൈകുന്നേരം എല്ലാ ക്ഷീണവും വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ കസേരയിലോട്ടിരുന്ന് ബൈബിൾ വായിക്കാൻ ശ്രമിക്കരുത്. ആ വായന നമ്മുടെ ക്ഷീണം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. പിന്നെ അവസാനം ഒരു നേരം എഴുന്നേറ്റിട്ട് ബൈബിൾ കയ്യിലാണോ ബൈബിള് തറയിലാണോ എന്നറിയാത്ത അവസ്ഥ വരും. അപ്പം അതുകൊണ്ട് അതിരാവിലെ ഉണർന്ന് ബൈബിൾ വചനം പഠിച്ചാൽ എൻ്റെ ഗുണം എന്താണെന്നറിയാമോ? കർത്താവിനോട് ഒരു ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കാൻ ഒരു കൃപ കിട്ടും. എൻ്റെ ദൈവം ആരാണ് എന്നറിയാനൊരു കൃപ കിട്ടും. ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? നൊവേന മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. നൊവേനയുടെ പ്രത്യേകത എന്താണ്? നൊവേനയുടെ ഒരു പ്രത്യേകത, നമ്മളെല്ലാം അങ്ങോട്ട് പറഞ്ഞാൽ മതി, ഇങ്ങോട്ടൊന്നും കേൾക്കണ്ട. നൊവേനയ്ക്ക് നമ്മൾ തിരികെത്തിക്കും, നേർച്ചയിടും, മാലയിടും. നൊവേനയ്ക്ക് നമ്മളെല്ലാ പ്രാരാബ്ദങ്ങളും പറഞ്ഞ് സംതൃപ്തി അടഞ്ഞു പോകും. എന്നാൽ വചനം അതല്ല. വചനം ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ ഒരു കൃപ കിട്ടും അതിരാവിലെ ഉണർന്നാൽ. ഹല്ലേലൂയ. അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേറ്റാൽ അവൻ അത്യുന്നതന്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കും. അവൻ പാപമോചനത്തിനായി യാചിക്കും. അടുത്ത വചനം പറയാണ്, ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. ദൈവിക ജ്ഞാനം അവനിൽ നിറയും. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ഒരു ഇൻറ്റിമസി ഉണ്ടാകാൻ, അതായത് ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കർത്താവിനോട് ഹൃദയ ബന്ധമാണ്. ഇത് നമുക്ക് നേടിയെടുക്കണം. ആളുകൾക്കുണ്ട്, പക്ഷേ പലപ്പോഴും അതങ്ങ് മുറിഞ്ഞു പോകും, ബന്ധം മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഈശോ ദൈവം ആഗ്രഹിക്കുന്നത് ഈ കൃപയിലായിരിക്കുക, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവിനോട് ഐക്യത്തിൽ ജീവിക്കുക. അത് പറ്റും, അത് പറ്റത്തില്ല ബൈബിൾ അങ്ങനെ പറയില്ല. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം പറയും, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ പറ്റും. അതെപ്പോഴാണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഹൃദയ ബന്ധമുണ്ടാവും. വളരെ പ്രതി പറ ഹല്ലേലൂയാ, സ്നേഹത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് പരിശീലിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനത്തെ പരിശീലിപ്പിച്ച ദൈവം നമ്മയും പരിശീലിപ്പിക്കുന്ന കാര്യം ഈ കാലഘട്ടത്തിൽ. പക്ഷെ പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ രാത്രിയിൽ 9,
9:30, 10, 10:30, 11, 11:30. അന്നേരമായിരിക്കും ഒരു ഫോണ്, അന്നേരമായിരിക്കും കുറേ വീഡിയോകൾ. ഇതിങ്ങനെ കണ്ട് കേട്ട് ഇരുന്ന് വിളിച്ച് നമ്മളിങ്ങനെ കഴിയും. എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയെന്നാ തോന്നുന്നത്, എന്നാലും ഞാൻ ഉറങ്ങിയേക്കാം, വെളുപ്പിന് എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത് ദൈവാഗ്രഹം. വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവിനോടൊരു ഇൻറ്റിമസി, ഹൃദയ ബന്ധം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേക്കുമായിരുന്നു. ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 2:15 എഴുന്നേറ്റങ്ങിരിക്കുകയാണ്. അവിടുത്തെ സമയവുമായി വ്യത്യാസം. ഏതായാലും ഇപ്പോൾ ഒരു 3:30 എഴുന്നേറ്റ് ദൈവസന്നിധി ആരാധന നടത്തും. ആരാധന ഇവിടെ ഒരു കുഞ്ഞു ചാപ്പലുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇവിടെ അവിടെ മേടയുടെ മേളിൽ ഒരു കൊച്ചു ചാപ്പലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവികാരൻ ഈശോ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ 3:30 എഴുന്നേറ്റ് പിന്നീട് മേന്മ പറയല്ല, പക്ഷേ പുലരിയിൽ ഉണർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു ഹൃദയ ബന്ധമുണ്ട്. വലതുതരം പ്രതി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഹൃദയബന്ധത്തിന്റെ പ്രത്യേകത? നമ്മൾ ഈശോയോട് ഇൻറ്റിമസി ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവത്തിന് നോ പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് ഒന്നുകൂടെ അത് പറഞ്ഞു, നിങ്ങളത് ആ ഇൻറ്റിമസിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 2 ചേച്ചിമാർ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, ലാസറിന്റെ സഹോദരിമാർ 2 പേര്. ആരൊക്കെയാ? മർത്തായും മറിയവും. 11-ന്റെ 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ലാസർ മരിച്ചപ്പോൾ ഈശോ വന്ന് ഈ ബഥാനിയ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ വാതുക്കൽ നിൽക്കുകയാണ്. ആ ഗ്രാമത്തിന്റെ വാതുക്കലാണ് ലാസറിനെ അവിടെയാണ് അടക്കിയിരിക്കുന്നത്, ആ ഗ്രാമത്തിന്റെ പുറത്ത്. അപ്പൊ ഈ ഗ്രാമത്തിന്റെ വാതുക്കൽ വന്ന് ഈശോ നിൽക്കുമ്പോൾ മാർത്ത ഇതറിഞ്ഞോടി വന്നു. മൂത്ത ചേച്ചിയ, വീട്ടിലെ മൂത്തയാളാണ്. മാർത്ത ഓടി വന്നിട്ട് കർത്താവിനോട് പറയുന്നൊരു വചനമാണ് യോഹന്നാൻ 11:21. മാർത്ത യേശുവിനോട് പറഞ്ഞു: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഈശോ അവളോട് എന്താ പറഞ്ഞേ? ഒരു പ്രസംഗം അങ്ങ് പറഞ്ഞു, മരണത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച്. ഈശോ പറഞ്ഞു: ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് വിശ്വസിക്കുന്നോ? മർത്ത പറഞ്ഞു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവളുടെ പ്രാർത്ഥന ഈശോ കേട്ടെങ്കിലും ഈശോ ഇങ്ങനെ പതിയെ സമയം കളയാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ അനിയത്തി, അടുത്ത വചനം നമ്മൾ വായിക്കുന്നുണ്ട്, 32-ാം വചനം. അവളുടെ അടുത്ത് മാർത്ത ഓടിച്ചെന്ന് പറഞ്ഞു: ദാ ഗുരു നിന്നെ വിളിക്കുന്നു. വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മറിയം ഇറങ്ങി ഓടി. യഹൂദര് പുറകെ ഓടി. യഹൂദര് കരുതി അവള് കല്ലറയിൽ കരയാൻ പോകാതിരിക്കുമെന്ന്. അവര് പുറകെ ഓടി. അവൾ പക്ഷെ ഓടി വന്നത് ഈശോയുടെ, ഈ ഗ്രാമത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാതെ വാതുക്ക നിൽക്കുന്ന ഈശോയുടെ അടുത്താ. മറിയം വന്നിട്ട് ഈശോയുടെ മുമ്പിൽ മുട്ട് കുത്തിയിട്ട് പറഞ്ഞു അതേ പ്രാർത്ഥന. 32-ാം വാക്യം വായിച്ചേ. മറിയം യേശു നിന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അതേ പ്രാർത്ഥന ചേർത്തി പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന അനിയത്തിയും പ്രാർത്ഥിച്ചത്. പക്ഷേ അനിയത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ നിമിഷം ഈശോ കുഞ്ഞാടിനെ കണക്കെ നേരെ കല്ലറയിലേക്ക് പോയി. പ്രസംഗം പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മളൊക്കെ ഈ ആടിനെയൊക്കെ പ്ലാവില കാണിച്ച് കൂട്ടി കയറ്റുന്ന കണക്കെ ഈ പ്രാർത്ഥന ഈശോയെ നേരെ കല്ലറയിലേക്ക് കൊണ്ടുപോയി. എന്താ കാര്യം? ഈ മറിയം എപ്പോഴും ഈശോ വീട്ടിൽ വന്നാലും ഈശോയുടെ പാദത്തിങ്കലിരുന്ന് ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈശോ പറയുന്ന വചനം കേൾക്കുമായിരുന്നു. ഈ ഹൃദയ ബന്ധം ഉണ്ടായിരുന്നു. മാർത്ത പുട്ടുണ്ടാക്കാൻ പോകുമ്പോൾ മറിയം പാദത്തിങ്കലിരിക്കും. ഈശോയുടെ ഒരു ഹൃദയ ബന്ധം. പ്രിയപ്പെട്ടവരെ, മറിയത്തിനറിയാം പുട്ട് പിന്നെ ഉണ്ടാക്കാം, പക്ഷെ കർത്താവ് വന്ന സമയം അവനെ നഷ്ടമാകാൻ പാടില്ല. കർത്താവിനെ എപ്പോഴും കിട്ടില്ല. അതുകൊണ്ട് കർത്താവിന്റെ പാദത്തെങ്കിൽ ഇരുന്ന് കർത്താവിനോടൊരു ഇന്റിമസി നേടിയെടുത്ത മറിയം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച ആ നിമിഷം കർത്താവ് നേരെ അത് നടത്തി കൊടുക്കാൻ വേണ്ടി കല്ലറയിലേക്ക് പോവുക. ലാസറിനെ ഉയർപ്പിക്കാൻ പോവുക.
ഇതാണ് ഹൃദയബന്ധം ദൈവത്തോടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥന നടക്കും. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് ഈ പുലരിയിൽ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിനോടൊരു കർത്താവിനെ അന്വേഷിച്ചാൽ കർത്താവിന്റെ ചൈതന്യം വന്ന് നിറയുമെന്ന് പറയാം. മനസ്സിലായോ? പറ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ടൈം ടേബിളിലൊക്കെ ഒരു ചെറിയ ചേഞ്ചൊക്കെ വരുത്തും. പ്രായമായവർക്കൊക്കെ അറിയാം, ഉറക്കമൊന്നുമില്ല, പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കരുത്. രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കണം, നന്ദി പറയണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു ഹൃദയബന്ധം ദൈവം രൂപപ്പെടുത്തി തരും. പിന്നെ നീ എന്ത് പ്രാർത്ഥിച്ചാൽ, ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അതൊരു അനുഗ്രഹമായി കർത്താവ് മാറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങി. ആരെ കത്തിച്ചു? ബാലിന്റെ 450 പുരോഹിതരെ കത്തിച്ചു. ബാലിന്റെ മുഴുവൻ പുരോഹിതരെ കത്തിച്ചു. ഈ പുരോഹിതരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടാണോ അഗ്നി ഇറങ്ങിയേ? ആഹാബിനോടോ ജസബലിനോടോ ദേഷ്യം ഉണ്ടായിട്ടാണോ കർത്താവിന്റെ അഗ്നി ഇറങ്ങിയേ? അല്ല, ഏലിയായുടെ തീഷ്ണതയാണ് ദൈവത്തിന്റെ അഗ്നി ഇറക്കിയത്. ഏലിയായ്ക്ക് ദൈവത്തോടുള്ള ബന്ധമാണ് ഈ അഗ്നി ഇറങ്ങാൻ കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ വ്യക്തിപരമായ ബന്ധമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഫലപ്രാപ്തിക്ക് കാരണമാകുക. അതുകൊണ്ടാണ് പുലരിയിൽ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ഈ ഹൃദയ അടുപ്പം കൂടും. ഹല്ലേലൂയാ. അടുത്തിലൊന്ന് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഹൃദയ ബന്ധം ഉണ്ടാകാൻ ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു സംഭവമാണ്, യോഹന്നാനും പത്രോസും ശിഷ്യന്മാരും ഈശോയും എല്ലാം കൂടെ സിഹിയോൻ ഊട്ടുശാലയിൽ പെസഹ അപ്പം മുറിക്കുന്ന സംഭവം, കുർബാന അപ്പം മുറിക്കുന്ന സംഭവം. അവിടെ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റക്കൊടുക്കും. ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. ആർക്കോ പിടി വീണു. എല്ലാവരും ഒറ്റാനിരുന്നാണ്. ആർക്കോ പിടി വീണു. കർത്താവ് ആരെയോ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റക്കൊടുക്കും. ഉടനെ പത്രോസ് ഈശോയുടെ അടുത്തിരുന്ന യോഹന്നാനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു എന്നാ യോഹന്നാൻ പറയാം. ആംഗ്യം കാണിച്ച് ചോദിച്ചു, യോഹന്നാനെ അതാരാന്ന് ചോദിച്ചു. അത് ആരാന്ന് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? പത്രോസിനറിയാം, യോഹന്നാൻ ഒരു കാര്യം ചോദിച്ചാൽ കർത്താവ് തത്ത പറയുന്ന കണക്കെ പറയും, ഉള്ള സത്യം. കാരണം യോഹന്നാനോട് കർത്താവിനൊരു വലിയ ഹൃദയബന്ധമുണ്ട്. ഈശോയുടെ നെഞ്ചിൽ ചാരിക്കടക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു ശിഷ്യനാത്. പത്രോസ് ചോദിച്ചാൽ വേറെ വല്ലതും പറഞ്ഞാലോ, പണ്ടൊരു കിട്ടിയതാണ് ഒരു ഡോസ്. യു ഡെവിൾ ഗെറ്റ് മീ ബിഹൈൻഡ്, സാത്താനെ എൻ്റെ പിന്നിൽ പോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയ. വീണ്ടും അതുപോലെല്ലാം കേട്ട. അതുകൊണ്ട് പത്രോസ് ആംഗ്യം കാണിച്ച് ചോദിച്ചു, യോഹന്നാനെ നീ ചോദിച്ചാൽ ഈശോ മറുപടി പറയും. കാരണം എന്താ? ഈശോയുടെ ഒരു ഹൃദയ ബന്ധം യോഹന്നാനുണ്ട്. ഹല്ലേലൂയാ. സ്നേഹത്തോടെ ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ വെളുപ്പിന്, അതായത് മനുഷ്യരോട് സംസാരിക്കുന്നതിന് മുൻപേ ദൈവത്തോട് സംസാരിക്കണം. രാവിലെ എഴുന്നേറ്റ് മൊബൈൽ നോക്കി എല്ലാവരുടെയും വാർത്തയും ന്യൂസും തലേന്ന് രാത്രി അയച്ച മെസ്സേജുകളും എല്ലാം കണ്ട് എന്നാ കർത്താവേ എന്ന് പറയാൻ നിൽക്കരുത്. ലോക വാർത്ത കേൾക്കുന്നതിന് മുൻപേ, ഈ മെസ്സേജുകൾ നോക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനോടുള്ള ബന്ധമൊന്ന് പുതുക്കിക്കേ. ആ ഇന്റിമസി ഒന്നാം സ്ഥാനം എൻ്റെ ദൈവത്തിന്. അങ്ങനെ ഒരു തീരുമാനം ഒന്ന് എടുത്തേ. കാരണം ദൈവത്തിന്റെ ദൂത, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പുലരിയില ലോകം മുഴുവനും പറഞ്ഞതിന് ശേഷം നമ്മുടെ ദൈവത്തെ ഒരു ഏഴാം കൂലി ദൈവമായിട്ട് കാണരുത്. എല്ലാം കഴിഞ്ഞിട്ട് എന്നാ പിന്നെ വാ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിന് ഒന്നാം സ്ഥാനം. സ്നേഹത്തോട് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനുഷ്യനോട് ഞാൻ സംസാരിക്കുന്നതിന് മുൻപ് എൻ്റെ കർത്താവിനോട് സംസാരിക്കും. അങ്ങനെ ഒരു മിനിസ്ട്രി തുടങ്ങിയിട്ടുണ്ട്, മോർണിംഗ് സ്റ്റാർ മിനിസ്ട്രി. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാർ വേണം. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് ലോകത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്.
അന്ത്യകാലത്തിന് വേണ്ടി അവരെ കർത്താവ് പല സ്ഥലങ്ങളിൽ ഒരുക്കുന്നു. ഓസ്ട്രേലിയയിലും ഒരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, പുലരിയിൽ 3 മണിക്ക് കർത്താവിനെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ. മോർണിംഗ് സ്റ്റാർ ഉഷകാല താര മിനിസ്ട്രി, അത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ കാലഘട്ടത്തിന് വേണ്ടി പരിഹാരം ചെയ്യാൻ, ത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ, വീണ് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങളിൽ കർത്താവിനെ ആശ്വസിപ്പിക്കാൻ, അടഞ്ഞുകിടക്കുന്ന സക്രാരികളുടെ മുൻപിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. ആ പഴയ കാലത്ത് കർത്താവ് ആ ഇന്റിമസി തിരികെ എടുക്കണം, പൊടി തട്ടിയെടുക്കണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വലിയ ശുശ്രൂഷ ശക്തിയും പുലരിയിൽ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പുലരിയിൽ പ്രാർത്ഥിച്ച പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം കൂടി വായിച്ചു. 2 കാര്യങ്ങൾ കൂടെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധന പൂർത്തിയാക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. കൃപ, ഗ്രേസ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, കൃപ, ദൈവകൃപ ലഭിക്കാൻ. എന്തുകൊണ്ട് കൃപ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുടെ പേരാ കൃപ. നമ്മൾ വിചാരിച്ചാലും പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കൃപ. ദൈവവചനം പറയാണ്, പ്രഭാഷകൻ 32:14, പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 തരം കൃപയുണ്ട്. ഒന്ന് പ്രവർത്തക വരപ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവകൃപ വേണം. ജോലി ചെയ്യാൻ കൃപ വേണം, നമ്മുടെ വീട് നോക്കാൻ കൃപ വേണം, മക്കളെ വളർത്താൻ കൃപ വേണം, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കെല്ലാം ദൈവകൃപ വേണം. ഇതാണ് പ്രവർത്തക വരപ്രസാദം. എന്നാൽ ശുദ്ധീകര വരപ്രസാദമുണ്ട്, കൃപയുണ്ട്. ശുദ്ധീകര കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന സാങ്ക്ടിഫൈങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൂദാശകളിലൂടെയാണ് കിട്ടുന്നത്, കൂദാശകളിലൂടെയാണ് കിട്ടുന്നത്. എന്നാൽ ഇവിടെ ബൈബിൾ പറയാണ്, ഈ കൂദാശ, നമുക്കറിയാം പുലരിയിലാണ് വിശുദ്ധ ബലി, ഈ കൂദാശകളിലൂടെയും അല്ലെങ്കിൽ കർത്താവ് തരുന്ന പ്രവർത്തക വരപ്രസാദവും നമുക്ക് ലഭിക്കാൻ ദൈവം ഒരുക്കുന്ന സമയമാണ് പുലരി. കർത്താവിനെ പുലരിയിൽ എഴുന്നേറ്റ് അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമമായി, ചിട്ടയായി, അടുക്കും ചിട്ടയോടും, ആരും പറ്റിച്ചോണ്ട് പോകാതെ, ആരും വഞ്ചിക്കാതെ, ആരും ചതിക്കാതെ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വിവേകം തുറന്നു കിട്ടുന്ന, ജ്ഞാനം തുറന്നു കിട്ടുന്ന ഒരു കൃപയുണ്ട്. ആ കൃപ നമുക്ക് തുറന്നു കിട്ടും പ്രിയപ്പെട്ടവരെ. അതുപോലെ നമ്മളെ ശുദ്ധീകരിക്കുന്ന കൃപയാണ് കുമ്പസാരം, കുർബാന, ഇതുപോലെ കൂദാശകളെല്ലാം. ഈ കൂദാശകളിൽ സ്ഥിരതയോടെ നിൽക്കാനും അഭിഷേകം പ്രാപിക്കാനും യോഗ്യതയോടെ കൂദാശയിൽ പങ്കുചേരാനും നമുക്ക് കിട്ടുന്ന കൃപയുണ്ട്. ആ കൃപ പുലരിയിലെ പ്രാർത്ഥനയിൽ നേടിയെടുക്കാൻ പറ്റും. ബൈബിളിൽ ഒരു കാര്യം വെറുതെ പറഞ്ഞു പോവില്ല. ഈശോ അതിരാവിലെ ഉണർന്ന് അവനൊരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ, അതിരാവിലെ ഉണർന്ന് അവൻ മലയുടെ മുകളിലേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ അതിരാവിലെ ഉണർന്നു എന്നൊക്കെ പറയുമ്പോൾ പുലരിയുടെ അതായത് അരുണോദയത്തിന് മുൻപ് ഈശോ ഉണർന്ന് പ്രാർത്ഥിച്ചത്. ഇത്രയും തിരക്കുള്ള ഈശോ, നിങ്ങൾക്കറിയാം, മർക്കോസിന്റെ സുവിശേഷമൊക്കെ വായിച്ചാൽ മതി. തലേന്ന് വൈകിട്ട് ഈശോ അനേക പിശാചുക്കളെ, സൂര്യാസ്തമയമായപ്പോൾ അനേക പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. ശുശ്രൂഷ മിക്കവാറും ഒരു 11-12 മണി വരെയെങ്കിലും നീണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ അടുത്ത വചനം പറയാണ്, അതിനടുത്ത ദിവസം അതിരാവിലെ അവൻ ഉണർന്ന് പ്രാർത്ഥിക്കാനായി പോയി. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഈശോ നമുക്ക് കാണിച്ചെന്ന വഴി പുലരിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈശോയ്ക്ക് അറിയാം, ഈശോയ്ക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കുറച്ച് നേരം ഇവിടെ കിടക്കാം, അവധിയെടുക്കാം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഉണർന്നെഴുന്നേക്കാൻ മനസ്സ് കാണിക്കും. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, രാവിലെ പെറ്റി സെമിനാരി ചേരുമ്പോൾ പറഞ്ഞാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിന് കാലിന് തീ പിടിച്ചു എന്ന് കരുതി എഴുന്നേറ്റോണം. കട്ടിൽ കാലിന് തീ പിടിച്ചു എന്ന് ഓർത്ത് എഴുന്നേറ്റ്. കട്ടിൽ കാലിന് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ കിടക്കുമോ?
അല്ലെങ്കിൽ അവിടെ കിടന്നാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തോന്നും. പ്രിയപ്പെട്ടവരെ, ആദ്യം ഒന്ന് ആലോചിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിൽ പോയതാണ്. അരമണിക്കൂറുടെ കിട്ടിയാൽ ഭാഗ്യം. 5 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വലിയ പാടായിരുന്നു. പക്ഷേ അത് പരിശീലിക്കുക, അത് പുലരിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഒരുപാട് ജ്ഞാനവും കൃപയും നമ്മിലേക്ക് വർഷിക്കും. വലതുതരമർത്തി ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു വചനം കൂടെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധന പൂർത്തിയാക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവചനം വായിക്കാം. ജ്ഞാനം 6:14. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവൻ ആരെ? ജ്ഞാനത്തെ അതായത് ജ്ഞാനത്തെ തേടുന്നവരാണ് പ്രഭാതത്തിൽ. ജ്ഞാനം 6:14. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും, അവൾ വാതിക്കൽ കാത്തു നിൽപ്പുണ്ട്. സ്നേഹമുള്ളവരെ, ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുക. ജ്ഞാനം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനം തെളിഞ്ഞു കിട്ടിയ പലരും വന്ന് പിള്ളേരെ കൊണ്ടുവരും. വെച്ചാൽ പ്രാർത്ഥിക്കണം. ബുദ്ധി 12 വയസ്സ് കഴിഞ്ഞു, 13 വയസ്സ് കഴിഞ്ഞു, 14 വയസ്സായി. ഇപ്പം പഴയ പോലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല, പഴയ പോലെ ദൈവവിചാരമില്ല, തർക്കുത്തരം പറയുകയാണ്, അഹങ്കാരമാണ്, അനുസരണക്കേടാണ്. അച്ഛാ ഇവൻ പിടിവിട്ടു പോയി, പണ്ട് നീ കുഞ്ഞിങ്ങനൊന്നും അല്ലായിരുന്നു, നീ കൊച്ചെന്നാ മിടിക്കായിരുന്നു, ഇപ്പം ഇതായത്. അച്ഛാ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കാര്യം എന്താണെന്ന് അറിയാം. ഈ കൊച്ചിനെ ലോകം പിടികൂടി, ഈ കൊച്ചിനെ ജഡത്തിൻ്റെ ആത്മാവ് പിടികൂടി, ഈ കുഞ്ഞിനെ അവനെ ജഡത്തിൻ്റെ ആത്മാവ് പിടികൂടി. രാത്രി മുഴുവനും ഈ സിനിമയും കണ്ട്, അല്ലെങ്കിൽ ഈ ഗെയിമും കളിച്ച്, ഈ വെടിവെപ്പും കണ്ട്, ഇങ്ങനെ ഉള്ള ഈ ടി വിയും മൊബൈലും ഒക്കെ കണ്ട് ലോകം പിടികൂടി. പണ്ടത്തെ പോലെ പ്രാർത്ഥനയുടെ താല്പര്യമില്ല. അങ്ങനെ അവന് രാവിലെ എഴുന്നേറ്റ് എത്ര തവണ വിളിച്ചാലും പള്ളിയിലൊന്നും വരുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കല്, വെള്ളം കോരി ഒഴിച്ചാലോ എന്ന് കരുതും. പിന്നെ എന്താ പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതുപോലുള്ള പ്രകടനങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി. സ്നേഹമുള്ളവരെ, കുഞ്ഞുങ്ങൾ രാത്രി മുഴുവനും ഇങ്ങനെയുള്ള പല കാഴ്ചകളുമൊക്കെ കഴിയുന്നു. ഒരു ടൈം ടേബിളിലേക്ക് കുഞ്ഞുനാൾ മുതൽ കൊണ്ടുവരണം. അവർക്കൊരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേന് അതിനപ്പുറം കൊണ്ടുപോകരുത്. ഒരു 6 മണിക്കൂർ നന്നായി ഉറക്കം കിട്ടട്ടെ, പുലരിയിൽ എഴുന്നേൽക്കാനും ദൈവത്തെ വിളിക്കാനും. ഈശോയുടെ തിരുഹൃദയ ഫോട്ടോയുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവന്ന് നിർത്തി ഒന്ന് പ്രാർത്ഥിപ്പിച്ച് പരിശീലിപ്പിക്കാൻ ഇവിടെ നമുക്ക് സാധിക്കണം. മുഖം കഴുകിയിട്ട് വന്നിട്ട് ബൈബിളിൻ്റെ ഒരു അധ്യായം വായിക്കാൻ അവരെ പരിശീലിപ്പിക്കണം. അല്പം ത്യാഗമുള്ള വിഷയങ്ങളാണ്, പക്ഷേ അഡ്വഞ്ചറസ് ആണെങ്കിലും അത് സാഹസികമാണെങ്കിലും ആസ്വാദ്യകരമാണ്. സാഹസികമാണ് ഇതൊക്കെ, പക്ഷേ ആസ്വാദ്യകരമായി മാറും ജീവിതം. ഇത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ചില ശീലങ്ങളായത് മാറും. പ്രായമായവർക്കറിയാം, മാതാപിതാക്കൾ മുട്ടുമേ നിർത്തി പ്രാർത്ഥിച്ച ആ ശീലങ്ങളൊക്കെ പുലരിയിൽ എഴുന്നേൽപ്പിച്ചത്. എനിക്കറിയാവുന്ന ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്. പ്രിയപ്പെട്ടവർ, അദ്ദേഹം ഞായറാഴ്ച അദ്ദേഹത്തിന് ഒരു തിങ്കളാഴ്ച ഒരു പരീക്ഷ വന്നു സ്കൂളിലെ. ഇപ്പം ഞായറാഴ്ച സൺഡേ സ്കൂൾ പഠിക്കാതെ അദ്ദേഹം തിരികെ വീട്ടിലെത്തി. കാരണം സൺഡേ സ്കൂൾ അധ്യാപകൻ പറഞ്ഞു, സാരമില്ല, നാളെ SSLC പരീക്ഷയില്ലയോ, അതുകൊണ്ട് നീ പൊക്കോ, ഇന്ന് സൺഡേ സ്കൂള് പിന്നെ അടുത്ത ആഴ്ച മതി. അവിടെ അവൻ്റെ അപ്പൻ ചോദിച്ചു, നീ എന്താ ഇന്ന് നേരത്തെ ഇങ്ങ് വന്നേ? സാറ് പറഞ്ഞു, സൺഡേ സ്കൂളിൽ നിന്നില്ല, പള്ളിയിൽ കഴിഞ്ഞിട്ട് പോകുന്നു. ഈ വാദ്യാർ ഈ സാറ് മകനെയും കൈക്ക് പിടിച്ചുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ പഠിപ്പിക്കാൻ പറ്റുമോ ഇവനെ? അച്ഛൻ പഠിപ്പിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെ പഠിപ്പിക്കാം, സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള പഠിത്തം മതി എൻ്റെ കുഞ്ഞിന്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു, IPS ഉദ്യോഗസ്ഥനായി. ജ്ഞാനം തെളിയും. അപ്പൊ ഈ ദൈവിക കാര്യം, ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കാമോ? ജ്ഞാനം കിട്ടിയാൽ 21 അനുഗ്രഹങ്ങളാണ് ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. 21 അനുഗ്രഹങ്ങൾ. ഞാനത് വായിച്ചപ്പോൾ, ജ്ഞാനം കിട്ടിയാൽ, പുലരിയിൽ എഴുന്നേറ്റ് അവളെ അന്വേഷിച്ചാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ചാൽ ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടിയാൽ, ജ്ഞാനം ഒരാളിൽ വന്നാൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയും? 21 അനുഗ്രഹങ്ങൾ. 22 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം, ശ്രദ്ധിച്ച് കേൾക്കണം, ജ്ഞാനത്തിൻ്റെ ചൈതന്യം. 1,
വിവേകമുള്ളത്. ജ്ഞാനം കിട്ടിയാൽ പിന്നെ വിവേകം പ്രത്യേകിച്ച് ചോദിക്കണ്ട. വിവേകമുള്ളത്, വിശുദ്ധവും അതുല്യവും ബഹുമുഖവും, വിവിധ മാനങ്ങൾ, ഒരു കാര്യത്തിൻ്റെ വിവിധ വശങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ്, അതാണ് ബഹുമുഖവും. സൂക്ഷ്മവും, വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ചലനാത്മകവും, ചത്തതുപോലെ ഇരിക്കില്ല, വളരെ വളരെ എനർജറ്റിക് ആയിരിക്കും. സ്പഷ്ടമാണ്, ക്ലാരിറ്റി ഉണ്ട്, കൺഫ്യൂഷൻ ഇല്ല. നിർമ്മലമാണ്, വിശുദ്ധമാണ്. വ്യതിരിക്തമാണ്, അത് ക്ഷതമേൽപ്പിക്കാനാവാത്തതാണ്. നന്മയെ സ്നേഹിക്കുന്നതാണ്. തീക്ഷ്ണമാണ്, അപ്രതിരോധ്യമാണ്, ഉപകാരപ്രദമാണ്, ആർദ്രമാണ്, സ്ഥിരമാണ്, ഭദ്രമാണ്, ഉത്കണ്ഠയിൽ നിന്ന് മുക്തമാണ്, സർവശക്തമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നതാണ്. ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണവൾ. പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന വിവിധങ്ങളായ കഴിവുകൾ, അതായത് നമ്മൾ ഈ തേനീച്ച കൂട്ടിൽ നിന്ന് റാണിയെ പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകളെല്ലാം അവിടെ വരും, തേനും കിട്ടും. ഇതുപോലെയാണ് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ വരും. ഈ ജ്ഞാനം കിട്ടാൻ ബൈബിൾ പറയുന്ന വഴിയാണ് പ്രഭാതത്തിൽ ഉണർന്ന് അവളെ അന്വേഷിക്കുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടെത്താനാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യം ഇതാണ്. നമ്മൾ ഇസ്രായേൽ ജനത്തെ ദൈവം പരിശീലിപ്പിച്ച വഴി ഇതാണ്. അരുണോദയത്തിൽ ഒരുങ്ങുന്നതിന് മുൻപ് മന്ന, ദൈവം കൊടുത്ത അഗ്നിയിൽ നശിക്കാത്ത മന്ന തേടണം. പുലരിയിൽ ഉണർന്ന ദൈവം, അത് ദൈവത്തിൻ്റെ പരിശീലനമാണ്. ദൈവം തൻ്റെ ജനത്തെ പരിശീലിപ്പിച്ചതാണ്. രാവിലെ ഉണർന്നെഴുന്നേൽക്കണം. അലസരായി മാറരുത്, അശ്രദ്ധരായി മാറരുത്. അങ്ങനെ ജ്ഞാനം അന്വേഷിച്ചാൽ കൃപ കണ്ടെത്തും. ജ്ഞാനം അന്വേഷിച്ചാൽ നമുക്ക് ദൈവത്തോടൊരു ഇൻറ്റിമസി, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ പുലരിയിൽ ഉണർന്നാൽ ഹൃദയബന്ധം ദൈവത്തോടുണ്ടാകും. ജ്ഞാനം നമ്മിൽ നിറഞ്ഞാൽ, പുലരിയിൽ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, പുലരിയിൽ ഉണർന്നാൽ ജ്ഞാനം ലഭിക്കും. ജ്ഞാനം ലഭിച്ചാൽ ഈ 21 അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരും. അതുകൊണ്ട് പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ, പ്രഭാതത്തിൽ ഉണരുന്നത് വിലപ്പെട്ട കാര്യമാണ്. സമയം കുറച്ചേ ഉള്ളൂ. എത്ര നാൾ നമുക്കുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഉള്ള സമയം, ശേഷിച്ച സമയം ആത്മീയ വളർച്ചയെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പുലരിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കാം. എഴുന്നേറ്റ് നിൽക്കാം.